പക്ഷേ പുരുഷനെതിരെ അങ്ങനെ അന്വേഷണം നടക്കുന്നതാണ് ഒരു ഗും. ആൾക്കാർക്കൊരു സന്തോഷമാണ്, പുരുഷനെതിരെ എന്തോ നടക്കുന്നു, ശക്തമായ അന്വേഷണം നേരിടും. ഈ രീതിയിൽ വ്യാജ പരാതികളിൽ ആൾക്കാർ പെട്ടുപോകുന്നുണ്ട്. അതേപോലെ വ്യാജ പരാതിയിൽ പെട്ടുപോയ ഒരാളാണ് ശ്രീ അബിൽദേവ്. അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹം ഹ്രസ്വമായിട്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വേറെ ആൾക്കാരുടെ പേര് പറയാതെ ഇപ്പം പോലും പുള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വ്യാജ പരാതിക്കാരിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്. അതായത് പുള്ളിക്കെതിരെ ഈ വ്യാജ പരാതി പറഞ്ഞ പലർക്കുമെതിരെ വ്യാജ പരാതി പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ശ്രീ സിദ്ദിഖിനെതിരെ വ്യാജ പരാതി പറഞ്ഞ വ്യക്തിയുണ്ട്. ഈ വ്യക്തിയെ ചൈന മഹാരാജ്യത്ത് നിന്ന് സ്വഭാവ ദൂഷ്യം കാരണം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കാരണം കൂടെയുള്ള 32 പെൺകുട്ടികൾ ഒപ്പിട്ട് കൊടുത്ത് ഇവർ ശരിയല്ല, ഇവരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞ് ചൈനയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് തിരിച്ചു വന്ന് ആദ്യം ഫേസ്ബുക്കിൽ 9 പേർക്കെതിരെ ഞങ്ങളെ വെർബലി അസോൾട്ട് ചെയ്തു, അതായത് വാക്കുകൾ കൊണ്ട് അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞു. 14 പേര്. അനുഭവസ്ഥനാണല്ലോ, കൂടുതൽ ഓർമ്മയുണ്ട്. 9 മറ്റേ മുകേഷ് സാറിനെതിരെ കൊടുത്ത ആളായിരുന്നു. 14 പേർക്കെതിരെ പറഞ്ഞു. പിന്നീട് രണ്ടാമത് പറഞ്ഞു വാക്കുകൾ കൊണ്ട് എന്നെ അസോൾട്ട് ചെയ്തു. രണ്ടാമത് സിദ്ദിഖ് സാറിൻ്റെ കേസിലാണെങ്കിൽ പറഞ്ഞു എന്നോട് സെക്ഷൽ ഫേവർ ചോദിച്ചു. ഇതൊന്നും ഞങ്ങൾ പറയുന്നല്ല, ടി വി നിങ്ങളോട് പറയുന്നതാണ്. മൂന്നാമത് പറഞ്ഞപ്പോൾ റേപ്പ് പോയി. മൂന്നാമത് പറഞ്ഞപ്പോൾ അത് എന്നെ റേപ്പ് ചെയ്തു എന്നായി. എന്നിട്ട് വലിയ തെളിവെന്താ അറിയാമോ? മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാം. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർക്കറിയാം, എല്ലാം മുറിയുന്ന താഴോട്ട് നോക്കിയാലും പൂള് കാണാം, അല്ലെങ്കിൽ 90% മുറികളെയും താഴോട്ട് നോക്കിയാലും പൂള് കാണാം. ഇതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും മറ്റും ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആ വ്യക്തി തന്നെയാണ് പുള്ളിക്കെതിരെയും വ്യാജ പരാതി കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് കൊടുത്തുകൊണ്ട് അതായത് മെൻസ് കമ്മീഷൻ്റെ ഒരു ഡ്രാഫ്റ്റാണ്, അത് കൊടുത്തുകൊണ്ട് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. സെറീനയ്ക്കും ജയേന്ദ്രൻജിക്കും ഞാൻ പേഴ്സണലി കൊടുത്തിരുന്നു. അവർ ഇനിയും പ്രസ് ക്ലബ്ബിൽ വന്നാൽ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് വിചാരിച്ചാണ് അവർ വരാത്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് കൊടുത്ത് ഇതാണ് മെൻസ് കമ്മീഷൻ്റെ ഒരു ഡ്രാഫ്റ്റാണ്. വളരെ മിനിമലായ 3 ഡിമാൻഡുകളെ വെച്ചിട്ടുള്ളൂ. വളരെ മിനിമലായ 3 ഡിമാൻഡ്, അതായത് ഒട്ടും ഹൈറ്റൻ ചെയ്യാതെ ഓവർ ക്ലെയിം ചെയ്യാത്ത 3 കാര്യങ്ങൾ. ജസ്റ്റ് ആ 3 വരികളിൽ വായിക്കുകയും ചെയ്യാം. കാര്യം നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ കോപ്പി ഉണ്ട്. എന്നിരുന്നാൽ പോലും കോടതികളും മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് നിയമ സംവിധാനം നൽകുന്ന ഉദാത്തമായ മാതൃകയാണ് വനിതാ കമ്മീഷൻ. അതേപോലെ മികച്ച മാതൃകയാണ് യുവജന കമ്മീഷൻ. ഈ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വേണം. അതായത് ഓൾറെഡി കോടതിയുണ്ട്, എന്നാലും നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലേ? ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, എന്നാലും വനിതാ കമ്മീഷൻ ഇല്ലേ? എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ പോയാൽ പോരെ, പക്ഷേ എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ? അത് വേണമെന്നാണ്, വേണ്ടെന്നല്ല, അത് 100% വേണം. സതീദേവി മാഡവും യുവജന കമ്മീഷനിലെ ഷാജറും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോടതികളെക്കാൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി സ്പേസും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കമ്മീഷനുകൾ. ക്വാസി ജുഡീഷ്യൽ ബോഡി അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ബോഡികളാണ്. ഞാൻ യുവജന കമ്മീഷൻ്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. ഞാൻ മുമ്പ് ശ്രീ RV രാജേഷ് യുവജന കമ്മീഷൻ്റെ ചെയർപേഴ്സണായിരിക്കുമ്പോൾ ഞാൻ യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് കോടതികളും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഉണ്ടെങ്കിലും വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും ഉള്ളതുപോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം. അതിൻ്റെ ഡ്രാഫ്റ്റ് ഓൾറെഡി സ്പീക്കറുടെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 7 എൽദോസ് MLAക്ക് സമർപ്പിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, സ്പീക്കറുടെ അനുമതി കിട്ടിയാൽ. ഇത് നമ്മുടെ ചാണ്ടി ഉമ്മൻചാണ്ടി സാറും ഇതേപോലെ വേട്ടയാടപ്പെട്ടാണ് ചാണ്ടി ഉമ്മന് എത്തിച്ചിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് കോഴിക്കോട് വന്ന് ആദരണീയനായ മുനവറലി ശിഹാബ് തങ്ങൾ അവരെ കണ്ടിരുന്നു. ഇന്ന് സലാം സാറിനോട് രാവിലെ സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെ സലാം സാറിൻ്റെ വീട്ടിൽ വെച്ച് കാണാമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം ഒരു മരണവും മറ്റും ഉണ്ടായതുകൊണ്ട് അദ്ദേഹം യാത്രയാണ്. പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് കാണുന്നു. 2, ഇതും ഞങ്ങളുടെ ആരുടെയും വാദമല്ല കേട്ടോ, ഹൈക്കോടതിയുടെ വിധിയാണ്. 10 സെപ്റ്റംബർ 2024 ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് പരാതിക്കാരായ സ്ത്രീകളെ പോലെ ആരോപിതരായ പുരുഷനും സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. അതായത് പരാതിക്കാരായ സ്ത്രീകൾക്ക് സ്വകാര്യതയ്ക്ക് റൈറ്റ് ഉണ്ട്, അത് 100% വേണം. അതേപോലെ ആരോപിതരായ പുരുഷന്മാർക്കും സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. കോടതി കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ ഇവരുടെ പേര് പറയരുത്. ഞാൻ അങ്ങനെ എഴുതിയിട്ട് വീണ്ടും ഡൈല്യൂട്ട് ചെയ്തു. കോടതി പ്രൈമാ ഫേസി കുറ്റം നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ കൊടുക്കാവൂ. ഇനി കുറ്റക്കാരനാണെന്ന് കാണുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2-3 വർഷം എടുക്കുമെന്ന് പറയും. വേണ്ട, കോടതി പ്രഥമ ദൃഷ്ടിയ ഈ കേസ് നിലനിൽക്കും എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവരുടെ പേരും ഇവരുടെ ഫോട്ടോയും നമ്മൾ കൊടുക്കാവൂ. അതിനേക്കാൾ മിനിമൽ ഒരു ഡിമാൻഡ് പറയാൻ പറ്റില്ല. പ്രഥമ ദൃഷ്ടിയ ഇത് ഹൈക്കോടതിയുടെ വിധിയാണ്, സെപ്റ്റംബർ 10. അതിൻ്റെ ഒരു കോപ്പിയും അതിൻ്റെ ഒരു കോടതി പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫും കൊടുത്തിട്ടുണ്ട്. ഇനി 2 മീഡിയയോടാണ്. സ്ത്രീകളായ എല്ലാ പരാതിക്കാരും ഇതൊരു വലിയ പ്രശ്നമാണ്. പരാതി കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളോട് ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തി സർവൈവർ ആവൂ? അതായത് ഒരു വ്യക്തി പരാതി കൊടുത്തു എന്നിരിക്കട്ടെ, ഉടനെ അവർ സർവൈവർ ആയോ? അങ്ങനെയാണെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടി സർവൈവർ ആവണ്ടേ?
പരാതി കൊടുത്ത് ആ പരാതിയിൽ ശരിയുണ്ടെന്ന് കണ്ടെത്തിയാലല്ലേ അതിജീവിതയാവൂ. പരാതി കൊടുത്ത് ആ പരാതി ശരിയാണെങ്കിലല്ലേ അതിജീവിതയാവൂ. ഇല്ലെങ്കിൽ വ്യാജ പരാതി കൊടുത്ത, ഇപ്പം സരിത അതിജീവിതയാണോ? ഉമ്മൻചാണ്ടി സാറിനെതിരെ കള്ളപ്പരാതി കൊടുത്ത സരിത അതിജീവിതയാണോ? അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടി അതിജീവിതയാണോ? അല്ലല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ പറയുന്നത് അവരെ നിങ്ങൾ ഇരാന്ന് വിളിച്ചോളൂ. അതായത് ഏത് പരാതി കൊടുത്ത ആളെയും, ശരിക്കും ലീഗൽ ടേം എന്ന് പറഞ്ഞാൽ പരാതിക്കാരിയും ആരോപിതനുമാണ്. പക്ഷേ നിങ്ങളടക്കം പല മാധ്യമങ്ങളും ലിബറൽ സ്ത്രീപക്ഷ നിലപാടുകളാണ് ഉയർത്തിപ്പിടിക്കുന്നത്, അതിനെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് പരാതി കൊടുക്കുന്ന എല്ലാവരെയും ഇരാന്ന് വിളിച്ചോളൂ. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷനെ കോടതി വിധി വരാതെ വേട്ടക്കാരനെന്ന് മുദ്ര കുത്തരുത്. വളരെ മിനിമലാണ്. ഇതിനെക്കാട്ടി താഴ്ത്തിയൊരു ഡിമാൻഡ് കൊടുക്കാൻ പറ്റില്ല. അതായത് പരാതിക്കാരികളായ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ ഇരാന്ന് വിളിച്ചോളൂ, പക്ഷേ പുരുഷനെ വേട്ടക്കാരെന്ന് മുദ്ര കുത്തരുത്. കാര്യം ഇവരുടെ വീട്ടിലും ആൾക്കാരില്ലേ, ഇവരുടെ വീട്ടിലും അച്ഛനില്ലേ, അമ്മയില്ലേ, സഹോദരി ഇല്ലേ, സുഹൃത്തില്ലേ, ഇവർക്ക് സ്കൂളിൽ പോണ മക്കളില്ലേ. ഇപ്പം ഈ അടുത്തിടയ്ക്ക് പേര് പറഞ്ഞു തന്നെ പോകാം, കാര്യം പേര് പറഞ്ഞില്ലെങ്കിൽ ഇനിയും അത് ക്ലിയർ ആവില്ല. വിജയബാബുവിൻ്റെ കേസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും. എന്താ കേസ്? ഈ വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു. ഇവർ തമ്മിൽ ഒരുപാട് കാലമായിട്ട് ബന്ധത്തിലും ഇഷ്ടത്തിലുമാണ്, മാനസികവും ശാരീരികവുമായ ബന്ധത്തിൽ. ആ കുട്ടിക്ക് ഒരു പുതിയ സിനിമ കിട്ടിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? വിജയബാബു റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. വിജയബാബു ഈ നാട് വിട്ടുപോയി വെളിയിൽ പോയി പരമാവധി ശ്രമിച്ച് ജാമ്യം നേടി തിരിച്ചു വന്നു. ജാമ്യം നേടി തിരിച്ച് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയം കേരള പോലീസ് ഹൈക്കോടതിയിലോട്ട് പോയി ഹൈക്കോടതിയോട് പെർമിഷൻ ചോദിച്ചു, ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്ന്. ഭാഗ്യത്തിന് കോടതി പോലീസിനോട് തിരിച്ചു ചോദിച്ചു, എന്തിനാണ് മീഡിയക്കാരെ കാണിക്കാനല്ലേ, എന്തിനാണ് മീഡിയക്കാരെ കാണിക്കാനല്ലേ, അയാൾ കീഴടങ്ങാൻ വേണ്ടി വരികയാണ്, കീഴടങ്ങാൻ വേണ്ടി വരുന്ന ആളെ എയർപോർട്ടിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് പോയി. കാര്യം എന്താ? പോലീസിന് അങ്ങനെ പോകുമ്പോഴാണ് ഒരു ഗും, പോലീസിൻ്റെ സന്തോഷം. ഞങ്ങളവരെ വളഞ്ഞിട്ട് പിടിച്ചു, ഞങ്ങളവരെ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നതാണ് പോലീസിനൊരു സന്തോഷം. അത് കാരണമേ അയാളുടെ വീട്, അയാളുടെ കുട്ടികൾ, അയാളുടെ സ്കൂളിൽ പോണ മക്കൾ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ ആലോചിക്കണ്ടേ. നിവിൻ പോളിക്ക് സ്കൂളിൽ പോകുന്ന മക്കളില്ലേ, വിജയബാബുവിന് സ്കൂളിൽ പോകുന്ന മക്കളില്ലേ? ഈ രീതിയിൽ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്ന വേദന നമ്മളും കൂടെ നോക്കണ്ടേ. ഈ വേദന നമ്മുടെ ആൾക്കാർക്ക് എന്താ മനസ്സിലാവാത്തത്? അപ്പം അതുകൊണ്ട് ഇവരെ ഈ വേട്ടക്കാരായി തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾ മുദ്ര കുത്താതിരിക്കുക. അതോടൊപ്പം പുരുഷ കമ്മീഷൻ വന്നാൽ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വില കുറച്ചോ ലീഗൽ മെൻറ്ററിങ്, കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. കാര്യം ഒരുപാട് പുരുഷന്മാരങ്ങനെ കേസ് വന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് നിൽക്കുകയാണ്. ടെക്നോ പാർക്കിൽ അങ്ങനെ 2 കേസുകൾ ഞങ്ങൾ ആക്റ്റീവ്ലി എടുത്തപ്പം ബാംഗ്ലൂരിൽ വേറെ ജോലി മേടിച്ചു. വർഷങ്ങളായിട്ടുള്ള ബന്ധം, ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ തെറ്റി, ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിരുന്നു. പെൺകുട്ടി ആൺകുട്ടിക്ക് നേരെ കേസ് കൊടുത്തു, മറ്റേ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അപ്പോൾ ഇവൻ അവസാനം 2 ആഴ്ച അകത്തായി. 2 ആഴ്ച കഴിഞ്ഞ് കോടതി കേസിൽ മെറിറ്റില്ലെന്ന് കണ്ടു. കാരണം ഞങ്ങൾ കോടതിയിലെല്ലാം പ്രസൻറ്റ് ചെയ്ത് ഇവർ തമ്മിലുള്ള ബന്ധം, ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ ഒരുമിച്ച് പോകുന്നത്, ഇവർ തമ്മിലുള്ള ചാറ്റ്, കോടതി അവസാനം കണ്ട് വെറുതെ വിട്ടു. തിരിച്ചു വന്നപ്പോൾ ടെക്നോ പാർക്ക് ജോലിയില്ല. അത് ഒരു പെണ്ണ് കേസിൽപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങൾ HR ജോലി കൊടുക്കില്ല. ജീവിക്കണ്ടേ? ഇതിൻ്റെ പ്രശ്നം തിരിച്ച് ഗൂഗിളിൽ നോക്കിയാൽ മാധ്യമങ്ങൾ ഇങ്ങനൊരു വാർത്ത വന്നാൽ കാര്യമായിട്ട് കൊടുക്കും. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ടെക്കി അറസ്റ്റിൽ നിന്ന്. നേരെ തിരിച്ച് അവസാനം കോടതി അക്വിറ്റ് ചെയ്ത ഏതെങ്കിലും മാധ്യമം കൊടുക്കുമോ? അതിന് ന്യൂസ് വാല്യൂ ഇല്ല. ഇവർക്ക് ഇത് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള സ്പേസ് ഇല്ല എന്ന് മാധ്യമങ്ങൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അങ്ങനെ 2 പേർക്ക് ഞങ്ങൾ നേരിട്ട് 2 പേർക്ക് ബാംഗ്ലൂരിലടക്കം ജോലി അറേഞ്ച് ചെയ്ത് കൊടുത്തു. എങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി ബാംഗ്ലൂരിലെ ആരെങ്കിലും ഈ പഴയ ഗൂഗിളിൽ അടിച്ചവരുടെ പേര് കാണുമെന്ന് നമുക്കറിയില്ല.